ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചിക്കൻ മന്തി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ട് 1 കിലോ ചിക്കൻ, അത് വലിയ കഷ്ണങ്ങളായിട്ടുള്ള ചിക്കൻ മുറിച്ചെടുത്തത്, അതിനെ കഴുകി വൃത്തിയാക്കി ഒരു കടായിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു ഉണക്ക നാരങ്ങ, അതുപോലെ 2 മാഗിയുടെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ്സ്, പിന്നെ കുറച്ച് ഏലക്കായ, കുറച്ച് ഗ്രാമ്പു, അറബിക് മസാല, 1 ടീസ്പൂണോളം അറബിക് മസാല, പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് 1 ക്യാപ്സിക്കം, അതും ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ക്യാപ്സിക്കം നുറുക്കിയെടുത്തത്, അതും ഇട്ട് കൊടുത്തു. പിന്നെ 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തു. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മൾ കൈ കൊണ്ട് അത് നന്നായിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ അതൊരു ഫോർക്ക് വെച്ചിട്ട് ചിക്കൻ്റെ പീസിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തു. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. പിന്നെ അതിലേക്കൊരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തു. സ്റ്റൗ ഓൺ ചെയ്തു. നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റോളം ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട്, അത് ഈ ഓയിലുള്ളതുകൊണ്ട് ഒന്ന് ഫ്രൈ ആയിട്ട് തന്നെ വരും. അതിനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. പിന്നെ തീ ചെറുതാക്കി വെച്ച് കുറച്ച് നേരം അത് വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് പാത്രത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത്, പിന്നെ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഒരു 3 കപ്പോളം ഞാൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബസ്മതി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അതിലിട്ട് കൊടുത്തു. അതിനെ നമുക്ക് ചോറ് വേവിച്ചെടുക്കണം. ചോറ് വെന്തതിന് ശേഷം അതിനെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കണം. പിന്നെ നമുക്ക് കടായും തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ ഒരു 1/4 വേവോ ആയിരിക്കുന്നു. പിന്നെ അതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്കും അതുപോലെ എണ്ണയും അടിയിൽ ഊർന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കണം. അത് ഒരു സ്പൂൺ കൊണ്ടെടുത്ത് ആ ഒരു ഓയിൽ മാറ്റി വയ്ക്കാം. അതിൽ ഞാൻ കുറച്ച് കളർ ചേർക്കുന്നുണ്ട്. കളർ ചേർത്തില്ല വെച്ചാലും കുഴപ്പമൊന്നുമില്ല അത്. പിന്നെ നമ്മളുടെ ചോറൊക്കെ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അത് ഒരു ലെയർ ഇട്ട് കൊടുക്കണം. ആദ്യം ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ട് ചോറിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്കും അതുപോലുള്ള ഓയിലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് ചോറിട്ട് കൊടുക്കണം, അടുത്ത ലെയർ. പിന്നെയും ബാക്കി ആ ഓയിലിൻ്റെ മിക്സിൽ ഞാൻ കുറച്ച് കളർ ചേർത്തിട്ടുണ്ടായിരുന്നു, റെഡ് കളറ്. അതൊരു കളർ വരാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഒരു 3-4 പച്ചമുളകും അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനെ അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഞാനത് ചെറിയ തീയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ചട്നി ഉണ്ടാക്കണം. അതിന് ആവശ്യമായിട്ട് 2 തക്കാളി, ഒരു ചെറിയ സവാള, അതുപോലെ 3 വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയുടെ ഇല, ഇതെല്ലാം കൂടിയിട്ട് ചോപ്പറിൽ ഞാൻ അതിൽ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലും വെച്ചിട്ട് ഒന്ന് അരച്ചു കൊടുക്കാം. പേസ്റ്റ് രൂപത്തിലാവണ്ടെന്ന് മാത്രം. അപ്പോൾ നല്ലൊരു ചട്നിയാണത്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മന്തിയിലേക്ക് ചാർക്കോളിൻ്റെ സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ചാർക്കോൾ വെച്ചിട്ട് പുകച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മന്തി റെഡിയായി. അപ്പോൾ എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ ടേസ്റ്റുള്ള ഒരു മന്തി ആയിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നോട് ഫീഡ്ബാക്ക്സ് പറയണം. അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.